കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിക്ക് ഇത്ര വലിയ ശക്തിയുണ്ട് എന്ന് നേരിട്ട് ബോധ്യപ്പെട്ടത് ഇന്നാണ്. ഞാൻ കുറച്ച് നേരത്തെ വന്നു. അഭിവന്ദ്യനായ സേവേറിയോസ് തിരുമേനിയുടെ അടുത്ത് അവിടെ മുറിയിലിരിക്കുമ്പോൾ പല കാര്യങ്ങളും സംസാരിച്ചു. അഭിവന്ദ്യനായ സേവേറിയോസ് തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി, ഇത്ര വലിയ ഒരു ഭദ്രാസന കേന്ദ്രം, പ്രസാദം എങ്ങനെയാണ് പണി കഴിപ്പിച്ചത് എന്നുള്ള ആ ചർച്ചയിൽ, കാരണം സഭാകേന്ദ്രത്തിൽ പണിയുന്ന സഭയുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റിനേക്കാൾ മികച്ച രീതിയിലുള്ള ഒരു ഭദ്രാസന കേന്ദ്രം ഇവിടെ പണി കഴിപ്പിച്ചത് കണ്ടിട്ട് തുക സമാഹരിച്ചത് എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, ഏറ്റവും കൂടുതൽ തുക നൽകിയത് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയാണ് എന്ന് പറഞ്ഞു. മറ്റ് തുക തന്നവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ തിരുമേനി ചുരുക്കത്തിൽ പരാമർശിച്ചു. ഏതായാലും മലങ്കര സഭയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കോലഞ്ചേരി പള്ളിയെ പ്രത്യേകമായി ഈ സമയം അഭിനന്ദിക്കുന്നു. കാതോലിക്ക ദിനപ്പിരിവിൽ ഏറ്റവും കൂടുതൽ തുക എല്ലാ വർഷവും തന്നുകൊണ്ടിരിക്കുന്ന ഈ ഇടവകയെ പ്രത്യേകമായി അനുമോദിക്കുന്നു. 1,00,000 പേർ പങ്കെടുക്കുന്ന മഹാസമ്മേളനം നടത്തുവാൻ നവംബർ മാസം 25-ാം തീയതി എറണാകുളം മറൈൻ ഡ്രൈവിൽ നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ അത് 1.5 ലക്ഷത്തിലധികമായി ആളുകൾ അവിടെ പങ്കുകൊണ്ടു എന്നുള്ള വസ്തുത നമുക്കറിയാം. ആ സമ്മേളനത്തിൽ പങ്കുകൊണ്ട ഏവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഈ ഇടവകയിൽ നീതി നിഷേധം നടന്നപ്പോൾ പലരും ചോദിച്ചു, ഇവിടെ എന്തുകൊണ്ട് നീതി നടക്കുന്നില്ല എന്ന്. അപ്പോൾ ഇവിടെയുള്ള 1-2 രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞത്, ഈ ഇടവകയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങൾ ന്യൂനപക്ഷമാണ് എന്നാണ്. എന്നാൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സമ്മേളനത്തിന്റെ CD കാണിച്ചു കൊടുത്തിട്ട് ആ നേതാക്കളോട് ബോധ്യമാക്കി കൊടുക്കണം, ഇവിടെ ന്യൂനപക്ഷമാര് ഭൂരിപക്ഷമാര് എന്ന് കാട്ടിക്കൊടുക്കണം. ഇവിടെ ഭൂരിപക്ഷ വിഭാഗമായ നമ്മൾ ഇവിടെ ഇന്ന് ഈ സമ്മേളനം നടത്തുമ്പോൾ എനിക്ക് ഇവിടെ സംബന്ധിക്കുന്ന ഈ ഇടവകയിലെ പ്രിയപ്പെട്ടവരോട് പ്രത്യേകമായ ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, പ്രതിസന്ധികളിൽ നിങ്ങൾ തളരരുത്. അഭിവന്ദ്യനായ സേവേറിയോസ് തിരുമേനി ഞങ്ങളൊക്കെ പറയുന്നത് പ്രതിസന്ധികളുടെ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത എന്നാണ്. പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പൂമാല പോലെ സ്വീകരിച്ച് ആ പ്രശ്നങ്ങളെ ഒന്നുമല്ലാതാക്കി മാറ്റി ഭദ്രാസനത്തെ ധീരതയോടെ നയിക്കുന്ന ഒരു ഭദ്രാസന മെത്രാപ്പോലീത്ത ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടുവാനില്ല. അതുപോലെ ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാന്യനായ ജേക്കബ് കുര്യനച്ചൻ മികച്ച സംഘാടകനാണ്. സംഘടനാ പാഠവും ഇവിടെ വെളിവായിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെയും ഈ സമയം അഭിനന്ദിക്കുകയാണ്. ഇവിടെ പ്രതിസന്ധികളിൽ നിങ്ങൾ തളരാതെ മുന്നേറുമ്പോൾ സഭയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1951 കേരള ഹൈക്കോടതിയിൽ മലങ്കര സഭയ്ക്കെതിരെ വിധിയുണ്ടായി. മലങ്കര സഭയ്ക്കെതിരെ വിധിയുണ്ടായപ്പോൾ അന്ന് സഭയുടെ പരമാധ്യക്ഷനായിരുന്ന പരിശുദ്ധ ഗീവർഗീസ് തുതിയൻ ബാവ അന്ന് കൽക്കട്ടയിലായിരുന്നു. കൽക്കട്ടയിൽ നിന്ന് ട്രെയിൻ മാർഗം പരിശുദ്ധ തിരുമനസ് കൊട്ടാരക്കരയിലെത്തി. കൊട്ടാരക്കരയിലെത്തിയ തിരുമേനിയെ, കേസിൽ തോറ്റ തിരുമേനിയെ, കേസിൽ തോറ്റു നിൽക്കുന്ന സഭയുടെ അധിപനെ സ്വീകരിക്കുവാൻ വൻ ജനാവലി അവിടെ തടിച്ചുകൂടി. കൊട്ടാരക്കരയിൽ നിന്ന് കോട്ടയത്തേക്ക് വൻ ജനാവലിയുടെ അകമ്പടിയോടുകൂടി ഒരു വലിയ സ്വീകരണ ജാഥ സംഘടിപ്പിച്ച് കോട്ടയം MD സെമിനാരിയിൽ ആ ജാഥ സമാപിച്ച് അവിടെ സമ്മേളനം നടക്കുമ്പോൾ അന്ന് ഗീവർഗീസ് തുതിയൻ ബാവ കൽപ്പിച്ചത് ഇപ്രകാരമായിരുന്നു: വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ട സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും. 1958 മലങ്കര സഭയ്ക്ക് അനുകൂലമായ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചു. ഒരുപക്ഷെ 1951 അന്ന് വിധിയിൽ പതറിപ്പോയിരുന്നുവെങ്കിൽ
മലങ്കര സഭയുടെ ഗതി മറ്റൊന്നാകുമായിരുന്നു. അന്ന് പതറാതെ നേതൃത്വം നൽകിയ പരിശുദ്ധ പിതാവ്, ആ പിതാവിനോടൊപ്പം നിലകൊണ്ട മലങ്കര സഭയുടെ അരുമ സന്താനങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കോലഞ്ചേരി മഹാ ഇടവക, ഈ പള്ളിയിലെ ആളുകൾ സ്വാതന്ത്ര്യ സമരം, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഒന്ന് വിലയിരുത്തി നോക്കുക. 1 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ 50 വർഷം കൊണ്ടോ നടത്തിയ ഒന്നല്ല. ദീർഘനാളുകൾ നീണ്ടുപോയി. എത്രയെത്രയോ ആളുകൾ ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുൻപിൽ മൃതിയടഞ്ഞു. എത്രയെത്രയോ അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടു. എത്രയെത്രയോ ഭാര്യമാർ വിധവമാരായി. എത്രയെത്രയോ യുവാക്കളാണ് തെരുവീതികളിൽ അടികൊണ്ട് മരിച്ചത്. 1930കളിൽ ലാലാ ലജപത് റായ്, സമര നേതാവായിരുന്ന ലാലാ ലജപത് റായിയെ ലാത്തി കൊണ്ടുള്ള അടി ഏറ്റ് ലാലാ ലജപത് റായ് മരണമടഞ്ഞപ്പോൾ സമരം അവിടെ അവസാനിച്ചില്ല, സമരം ശക്തി പ്രാപിച്ചതേയുള്ളൂ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയപ്പോൾ സമരം തീർന്നില്ല, സമരം ശക്തി പ്രാപിച്ചു. മഹാത്മാഗാന്ധി അടക്കം ഒട്ടനവധി നേതാക്കന്മാർ ജയിലിനുള്ളിൽ അടയ്ക്കപ്പെട്ട് നിരവധി തവണ പീഡനമേറ്റപ്പോൾ സമരം ശക്തി പ്രാപിച്ചതേയുള്ളൂ. അതുപോലെ സത്യം ജയിക്കും. മലങ്കര സഭയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകും. നിങ്ങൾ പിന്മാറരുത്. വളരെ ശക്തമായി മുന്നേറുന്ന നിങ്ങൾക്ക് എല്ലാവിധമായ ഭാവുകങ്ങളും ഈ സമയം ഇവിടെ നേരുകയാണ്. നമുക്ക് ഒന്നറിയാം, ആലുവ തൃക്കുന്നത്ത് സെമിനാരിയുടെ പെരുന്നാൾ 25, 26 തീയതികളിൽ നടക്കുകയാണ്. കഴിഞ്ഞ വർഷം അവിടെ നമ്മളൊക്കെ വിശുദ്ധ കുർബാനയെ ബഹുമാനിക്കുന്നവരാണ്. പരിശുദ്ധ സഭ വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യമല്ലേ നൽകുന്നത്? പക്ഷേ കഴിഞ്ഞ വർഷം ജനുവരി മാസം 25-ാം തീയതി ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ അവിടെ 10 മിനിറ്റ് കൊണ്ട് 8 മിനിറ്റ് കൊണ്ട് ഒരു കുർബാന നടത്തപ്പെട്ടു. നമ്മൾ വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ അവിടെ 8 മിനിറ്റ് കൊണ്ടാണ് ആ കുർബാന നടത്തിയത്. അതിന് കൂട്ടുനിന്നത് ജില്ലയുടെ ഭരണാധികാരിയായിരുന്നു. ആ കുർബാന നടത്തിയതിനു ശേഷം ഈ ജനുവരി 25, 26 വരുമ്പോൾ ഈ ഒരു വർഷക്കാലം അന്ന് അങ്ങനെ കുർബാന അർപ്പിച്ചവർ അനുഭവിച്ച യാതന നമ്മൾ കണ്ടില്ലേ? ഇന്നലെ ടിവിയിൽ കണ്ടില്ലേ? അങ്ങനെ കുർബാന അർപ്പിച്ച ആള് പറയുന്നു, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും സഭയുടെ സുന്നോദോസ് അംഗങ്ങളായ തിരുമേനിമാരും ചേർന്ന് ആ കുർബാന അർപ്പിച്ച ആളിനെ പീഡിപ്പിക്കുകയാണ് പോലും. ഈ യാഥാർത്ഥ്യം പുറത്തുവിടേണ്ട സാഹചര്യമുണ്ടായി. നമ്മൾ എല്ലായ്പ്പോഴും വിജയിച്ചു വരുമ്പോൾ നമുക്ക് വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ വേണം നമ്മൾ മുന്നേറുവാൻ. നമ്മൾ വഞ്ചനയിൽ അകപ്പെടരുത്. നമ്മളെ വഞ്ചിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നേരെ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ നമ്മളെ സാധിക്കുകയില്ല. നമ്മൾ വഞ്ചനയിൽ അകപ്പെടാതെ ഇരിക്കണം. നമുക്കറിയാം, പണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരുവൻ മലങ്കര സഭയോടുള്ള സ്നേഹത്തെ പ്രതി മലങ്കര സഭയിൽ വരികയാണ് എന്ന് പറഞ്ഞ് മലങ്കര സഭയുടെ അംഗത്വമൊക്കെ എടുത്ത് കുറെ കാലം സഭയുടെ കൂടെ നടന്ന് മലങ്കര സഭയെ വഞ്ചിച്ചതിനു ശേഷം തിരിച്ചുപോയ ഏതാണ്ട് ഒരു മോഹൻ, വീട്ടുപേര് ഞാൻ മറന്നുപോയി, മോഹൻ വെട്ടത്ത് എന്ന് പറയും, അങ്ങനെയുള്ള ഒരാൾ തിരിച്ചുപോയി എന്നുള്ള വിവരം നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രതയോടെ മുന്നേറേണ്ട കാലഘട്ടമാണ്. എല്ലാവിധമായ ഭാവുകങ്ങളും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് നേർന്നുകൊണ്ട് എന്റെ വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.